ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ വരുവാണ്. ഈ ഓട്ടോയിൽ നിന്ന് ആരാ ഇറങ്ങുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ അലോകാണ് കേട്ടോ. അലോകിന് ഒട്ടും നടക്കാൻ വയ്യ, കൈയൊക്കെ അടിച്ചൊടിച്ചിട്ടുണ്ടല്ലോ. ആര്യനും ആകാശം കൂടെ കാലും മുഖവും ഒക്കെ നന്നായിട്ട് ചതവും ഉണ്ട്. വയ്യാന്നും പറഞ്ഞ് ഇറങ്ങി ഇങ്ങനെ നടന്നു വരുമ്പോൾ ബാലൻ അന്തം വിട്ട് നോക്കുക, ഇവനിത് എന്താ പറ്റിയെന്ന്. അവിടെ ബാലൻ നിൽക്കുന്ന കാണും. പെട്ടെന്ന് തന്നെ നമ്മുടെ അലോകൻ തല കുനിച്ച്, ദൈവമേ ഇയാളെന്തിനാ അവിടെ നിന്ന് നോക്കുന്നത്, ഇനിയിപ്പോൾ ഇയാളെ കയ്യിലിരിക്കുന്നതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം അധോഗതി ആവും ഈശ്വര, എൻ്റെ ജീവൻ തന്നെ പോവുമല്ലോ, പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അലോക് പെട്ടെന്ന് വീട്ടിലേക്ക് കയറി പോവാം. പക്ഷേ നമ്മുടെ ബാലനാകെ ഒരു സംശയമായി കേട്ടോ. പെട്ടെന്ന് മിണ്ടാതിരുന്നവന് ഇത്ര വേഗം തന്നെ കൈയും കാലും ഒടിഞ്ഞ് എങ്ങനെ വരാനാ? മക്കളെ വിളിച്ചൊന്ന് ചോദിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആര്യനെ വിളിക്കാം കേട്ടോ. അപ്പോൾ ആര്യൻ ഫോൺ എടുത്തിട്ട് എന്താ അച്ഛാ കാര്യം? ആര്യ, നിങ്ങൾ ആ അലോകിനെ തല്ലിയോ? അതച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കണം, അവനങ്ങനെ വെറുതെ വിടാൻ തോന്നിയില്ല. നമ്മളെ കുടുംബത്തിൽ കയറി ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇത്രയും ചെയ്ത് കഷ്ടപ്പാടുണ്ടാക്കി നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തലാക്കി. അവനെ നമ്മൾ ഇനിയും മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങളങ്ങനെ പെരുമാറി അവനെ വൃത്തിയായിട്ട് കൊടുത്തു. അതവന് ആവശ്യമാണെന്ന് തോന്നി, അതുകൊണ്ടാണ്. അച്ഛൻ പറഞ്ഞ വാച്ചന് തന്ന വാക്ക് ഞങ്ങൾക്ക് തെറ്റിക്കേണ്ടി വന്നു, ഞങ്ങളോട് ക്ഷമിക്കണം. അതും മാത്രമല്ല, ഞങ്ങളെ ഗോമതി സ്റ്റോർ ബാലൻ്റെ മക്കളാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവന്മാരെ അടിയും കൊണ്ട് മിണ്ടാതെ നിൽക്കാനോ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ ഫോൺ വയ്ക്കാട്ടോ. പക്ഷേ ബാലൻ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അഭിമാനമാണ് തോന്നുന്നത്. എന്തായാലും കൊടുക്കേണ്ടത് കൊടുത്തല്ലോ, ആരും അറിയാണ്ട് തന്നെ നല്ലതുപോലെ അലോകിന് കിട്ടിയിട്ടുണ്ട്. അതിൽ നല്ലൊരു സന്തോഷം ബാലനുണ്ട് കേട്ടോ. ഈ വയ്യാന്നും പറഞ്ഞ് അലോക് നേരെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ രാജശ്രീ ഓടി വരുവാണ്. അയ്യോ അലോകേ, നിനക്ക് എന്താടാ പറ്റിയത്? നിൻ്റെ കൈയൊക്കെ ഒടിഞ്ഞിരിക്കുന്നോ? അയ്യോ, മുഖത്തൊക്കെ നല്ല ചതവുണ്ടല്ലോ, നീ ബൈക്കിൽ നിന്ന് വീണോ? അതോ നിന്നെ ആരെങ്കിലും തല്ലിയോ? സത്യം പറ, എന്താന്ന്? അമ്മേ, എനിക്കൊന്നുമില്ല. അമ്മ ഒന്ന് മിണ്ടാതിരുന്നേ. എടാ, ആ ദേവമംഗലത്തുള്ള ആര്യനോ ആകാശം ആരെങ്കിലും നിന്നെ എന്തെങ്കിലും ചെയ്തോ? ദേവമംഗലത്തുള്ളവർ ചെയ്താലും ശരി, കൃഷ്ണമംഗലത്തുള്ളവർ ചെയ്താലും ശരി, അമ്മ ഇപ്പം ഒന്നങ്ങോട്ട് മാറിക്കേ, ഞാൻ പോട്ടെ. എടാ, പറയാതെ നിന്നെ ഞാൻ വിടില്ല. അപ്പോൾ ഇതും കണ്ടുകൊണ്ട് ഇന്ദിരാമയും നന്ദിതയും കൂടെ അങ്ങോട്ട് വരുവാണ് കേട്ടോ. പക്ഷേ ഇന്ദിരാമയ്ക്ക് നല്ല സന്തോഷമുണ്ട് അവൻ്റെ രണ്ട് കിട്ടിയതിൽ. അമ്മേ, എന്തേ നോക്ക്, ഇവൻ എന്താ സംഭവിച്ചെന്ന് കണ്ടോ? ആ ദേവമംഗലത്തുകാരെന്തോ ചെയ്തതാണ്. അപ്പം തന്നെ ഇന്ദിരാമ പറയാം, ആണോടാ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടല്ലേ, അത് കണക്കായിപ്പോയി, വളരെ കുറഞ്ഞു പോയെന്ന് വേണം പറയാൻ. ഇവൻ ആ കുടുംബത്തിൽ കയറി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൊലപാതകമല്ലടാ നീ അതിനകത്ത് കയറി ചെയ്തത് എന്നിത്രയും പറയുമ്പോൾ രാജശ്രീ പറയാണ്, അമ്മ എന്താ അവർക്ക് സപ്പോർട്ട് ചെയ്യണം? പിന്നെ അല്ലാതെ ഞാൻ ആർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നാണ് നീ പറയണത്? അവനെ ഇത്രയ്ക്ക് ആക്കി വിട്ടത് അവൻ്റെ ഭാഗ്യമെന്ന് പറ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് പക്ഷേ അലോക് വിട്ടുകൊടുക്കണില്ല കേട്ടോ. അലോക് പറയാം, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ലോ, ദേവമംഗലത്തുള്ളവരൊന്നും അല്ല എന്നെ ഒന്നും ചെയ്തത്. ഞാൻ ബൈക്കിൽ നിന്നൊന്ന് വീണതാ. ബൈക്കിൽ നിന്ന് എവിടെ വീണു? എങ്ങനെ വീണു? അമ്മേ, ദേവി ഏതൊന്നും മിണ്ടാതിരിക്കുക. അപ്പം നന്ദിത പറയാം, എൻ്റെ രാജശ്രീ, നീ ഒന്ന് സമാധാനം കൊടുക്കുക അവന് റൂമിലേക്ക് പോയി ഒന്ന് വിശ്രമിക്കട്ടെ, അവൻ്റെ കൈയൊക്കെ നല്ല വേദന കാണും, കയ്യിലൊന്നും കയറി പിടിക്കല്ലേ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ അലോക് ദേഷ്യവും എന്തൊക്കെയോ സങ്കടവും വൈരാഗ്യം ഒക്കെ വെച്ചിട്ട് മുറിയിലേക്ക് നടന്നു പോവാണ്. മുറിക്കാതെ ചെന്നിരുന്നിട്ട് ആലോചിക്കുകയാണ്, എടാ ആര്യ, ആകാശേ, നീയൊക്കെ പട്ടിയെ തല്ലും പോലെ എന്നെ തല്ലിയില്ലേ, എന്നെ ചതച്ച് ഇത്രയും ആക്കി എൻ്റെ കൈയൊക്കെ ഒടിച്ചില്ലേ, കാണിച്ച് തരാടാ. നിൻ്റെയൊക്കെ അനിയത്തിയുണ്ടല്ലോ ആനിശ്രീ, അവളെ ഞാൻ എൻ്റെ വീട്ടിലെത്തിക്കും, അവളെ ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് നീയൊക്കെ ചെയ്തതിൻ്റെ ഇതിനൊക്കെ ഫലം ഞാൻ അവളെ കൊണ്ട് അനുഭവിപ്പിക്കും. അത് കാണുമ്പോൾ നിന്നെയൊക്കെ കണ്ണ് നിറയും, നീയൊക്കെ കരഞ്ഞ് മെഴുകുന്നത് കാണിച്ച് തരോടാ നിനക്ക് എന്നിങ്ങനെ വാശിയിൽ അവിടെ നിന്നുകൊണ്ട് പറയാൻ കേട്ടോ. പിന്നെ ഇപ്പോൾ ദേവമംഗലത്താണെങ്കിൽ രാവിലെ തന്നെ മീനാക്ഷി ജോലിക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ദേവിക്ക് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ഭക്ഷണമൊക്കെ കഴിക്കണം, പട്ടിണി ഇരിക്കരുത്, പഴയതൊക്കെ ഓർത്തിരിക്കരുത്, മറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ ദേവിക്ക് അതൊന്നും മനസ്സിൽ നിന്ന് പോകണില്ല, ഭയങ്കര സങ്കടം തന്നെയാണ്. ഗോമതി ഭക്ഷണവും കൊണ്ട് വരുമ്പോഴും ദേവി അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഗോമതി ഉപദേശിക്കുകയാണ്, മോളെ, നീ ഈ പഴയതൊന്നും ഓർത്തിരിക്കല്ലേ, ഇനി ആ കുഞ്ഞിന് ഓർത്തിന്നിട്ട് എന്താ കാര്യം, പോയി നീ ആഹാരം കഴിക്കുക, എനിക്ക് വിശപ്പില്ല, അമ്മ ഇവിടെ വച്ചിട്ട് പോക്കോ, ഞാൻ പിന്നെ കഴിക്കാം. മീനാക്ഷി രാവിലെ നിന്നോട് പറഞ്ഞിട്ട് പോയതൊക്കെ നീ മറന്നോ? എന്നാൽ പറഞ്ഞ് മീനാക്ഷി തന്നെ ഒന്ന് വിളിച്ച് പറയാം, അതാ നല്ലത്. പറഞ്ഞു തീർന്നതിന് മുമ്പേ മീനാക്ഷി ഇങ്ങോട്ട് തന്നെ വിളിക്കുകയാണ് കേട്ടോ. കാരണം ദേവിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടാണ്. അപ്പം തന്നെ ഗോമതി പറയാം, മോളെ, നീ പറഞ്ഞിട്ട് പോയതൊക്കെ വെറുതെ ആയി, അവൾ ആഹാരം കഴിക്കുന്നില്ല, ഞാൻ അവളുടെ ഫോൺ കൊടുക്കാം. അപ്പോൾ മീനാക്ഷി പറയണം, എൻ്റെ ഏട്ടത്തി, ഞാൻ രാവിലെ പറഞ്ഞിട്ട് വന്നതല്ലേ ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന്,
പിന്നെ എനിക്കിന്ന് അർജൻറ്റ് മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇനി വന്നത്, ഇല്ലെങ്കിൽ ലീവ് എടുത്തിരിക്കുമായിരുന്നു. ഇനി ഏട്ടത്തി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇതെല്ലാം കളഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. അതാകുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഫൈനും കിട്ടും. അത് വേണോ ഏട്ടത്തിക്ക്? വേണ്ട മീനാക്ഷി വരണ്ട, ഞാൻ കഴിച്ചോളാം. അങ്ങനെ ഗോമതി തന്നെ ആഹാരമൊക്കെ നമ്മുടെ ദേവിക്ക് പിച്ചി പിച്ചി വായിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അതങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ പിയൂണ് വരുന്നുണ്ട് മീനാക്ഷിയുടെ അടുത്തേക്ക്. അപ്പോൾ അയാൾ വന്നിട്ട് പറയണം, എല്ലാ ഫയലും സൈൻ ചെയ്തോ? ആ സൈൻ ചെയ്തു. ഇനി ഏതെങ്കിലും ഫയലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയാം, മാഡം ഈ ഒരു ഫയലും കൂടെ സൈൻ ചെയ്യാനുണ്ട്. ഇതേതെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. തുറന്ന് നോക്കുമ്പോൾ കൃഷ്ണമംഗലത്തുകാരുടെയാണ് കേട്ടോ. അവരൊരു ഫാക്ടറിയുടെ കാര്യത്തിന് വേണ്ടി ലൈസൻസിന് കുറേ നാളിനായിട്ട് ഓടിക്കൊണ്ട് കിടക്കുന്നില്ലേ, അത് തന്നെയാണ് കാര്യം. മീനാക്ഷി പറയുന്നുണ്ട്, ഞാനിത് സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച ഫയലല്ലേ, ഇത് വീണ്ടും കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ മാഡം ഞാനൊരു കാര്യം പറയാം, നമ്മൾ അവർക്ക് കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് കൊടുക്കണം. അവരൊക്കെ വലിയ ആളുകളാണ്. ഓ അത് ശരി, അങ്ങനെയാണല്ലേ. അവരുടെ ഫാക്ടറി എന്ന് പറയുന്നത് തൊട്ടടുത്ത് കൃഷിപ്പാടമാണ്. അതിനടുത്ത് നടത്തുന്ന ഈ ഒരു അനധികൃതമായിട്ട് വസ്തുക്കളെല്ലാം പിടിച്ചു വെച്ച് ഇങ്ങനെ കെട്ടുന്നതിന് നമ്മൾ ലൈസൻസ് കൊടുക്കണമെന്നാണോ പറയണത്? താനൊരു കാര്യം ചെയ്യും, താൻ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്ക്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അല്ല ഗവൺമെൻറ്, എന്ത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. നമുക്ക് ശമ്പളം തരുന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ വകയും എല്ലാം പിടിച്ച് പറിച്ച് വെച്ചിട്ട് ലൈസൻസ് വേണമെന്നും പറഞ്ഞ് വന്നാൽ എന്താ ചെയ്യുക? ഇത് ഞാൻ ഒപ്പിട്ട് തരില്ല. പിന്നെ ഞാൻ പറഞ്ഞ ആ സ്ഥാപനം ഇടിച്ചു കളയണം, അതാണ് വേണ്ടത്. അങ്ങനെ ഇത്രയും ഏക്കർ കണക്കിന് ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് അത് ഇടിച്ചു കളയാൻ പറ്റുമോ മാഡം? പറ്റണം, അല്ലാതെ പിന്നെ എന്നാലും അത് ഇടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇതിന് ലൈസൻസ് കിട്ടത്തില്ല. ഞാനിത് കൊടുക്കത്തുമില്ല. നിങ്ങൾ ഈ ഫയൽ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുക എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ദേഷ്യം പിടിച്ച് അയാളെ കൊടുക്കണം കേട്ടോ. അയാൾ അതേപടി അച്യുതനെ വിളിച്ച് പറയാം കേട്ടോ. അച്യുതനാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമില്ല. അത് ശരി, അവൾ വീണ്ടും എൻ്റെ ഫയൽ ഒപ്പിട്ട് തന്നില്ലല്ലേ? അതെ സാർ, എത്രയും വേഗം ആ മീനാക്ഷിനെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിക്കുകയോ വേറെ എന്തെങ്കിലും നടപടിയോ എടുക്കണം, അല്ലാതെ നമ്മുടെ കാര്യം നടക്കില്ല. ശരി, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം എന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് ആരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഫ്രഷായിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ അതും വാങ്ങി വരും കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് നമ്മുടെ ആര്യന്. എന്താടാന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ അമ്മേ ഒരു വിശേഷം കൂടെ ഉണ്ട്. എന്താണ്? അതല്ലെന്നേ, നാളെ രാവിലെ എനിക്ക് ഇച്ചിരി നേരത്തെ പോകണം കേട്ടോ, 5 മണിക്ക്. എന്താ കാര്യം? അത് വേറൊന്നുമല്ല, മിത്രയുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞില്ലേ, നാളെ അവളെ വിളിച്ചിട്ട് വരണം. ഓ അത് ശരിയാണല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ അമ്മയോട് പറയട്ടെ, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ മിത്രയോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അതെന്താടാ? വേണ്ട, തൽക്കാലം അവളൊരു ട്രെയിനിങ്ങിന് വേണ്ടി പോയില്ലേ, അവൾ ടെൻഷൻ അടിപ്പിക്കണ്ട. അതും ശരിയാ നീ പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാവരും വിഷമം തീർത്തോണ്ടിരിക്കുകയാണ്. ഇനി മനസ്സമാധാനത്തോടെ ഇരിക്കുന്നത് അവൾ മാത്രമല്ലേ. അവളെങ്കിലും അങ്ങനെ സമാധാനത്തോടെ ഇരിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? പിന്നെ ഞാൻ അമ്മയോടൊരു കാര്യം പറയാം. മിത്ര നാളെ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന കാര്യം ഞാൻ അമ്മയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വേറെ ആരോടും ഞാനത് പറഞ്ഞിട്ടില്ല. പറയുകയും വേണ്ട. അതെന്താടാ അങ്ങനെ? സാരമില്ലമ്മേ, അതൊരു സർപ്രൈസായിട്ട് ഇരുന്നോട്ടെ, അതാ നല്ലത്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് പോവാട്ടോ. കുറച്ച് കഴിയുമ്പോൾ ദേവി റൂമിലേക്ക് വരികയാണ്. വന്ന് ഇന്ന് കിടക്കാമല്ലോ എന്നും പറഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഒരു തലയണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ബെഡ്ഷീറ്റും തലയണയും അവിടെ കാണുന്നില്ല. ആനന്ദേട്ടൻ അതെടുത്ത് പുറത്തോട്ട് പോയോ? എങ്ങോട്ട് പോയി? ആകെപ്പാടെ ദേവിക്ക് സങ്കടമായി കേട്ടോ. അങ്ങനെ ദേവി പെട്ടെന്ന് തന്നെ ഇതും എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഹാളിൽ വന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ആരെയും കണ്ടിട്ട് വരുക. എന്താ ഏട്ടത്തി പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് പറ. അല്ല ആര്യ, അത് ആനന്ദേട്ടനെ കാണുന്നില്ലേ? ആനന്ദേട്ടൻ ഈ രാത്രി ഇത് എവിടെ പോകാനാ? പെട്ടെന്ന് ഫോണെടുത്ത് നമ്മളെ ആരെയും വിളിക്കുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കല്ലേ. അപ്പോൾ നമ്മുടെ ആകാശും അതുപോലെ ധർമ്മനും കൂടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരുമ്പോഴാണ് ഇവരുടെ സംഭാഷണം. എന്താ ദേവി നീക്കിന് വിഷമിച്ച് നിൽക്കണേ? അതല്ലെന്നേ ഏട്ടാ, ആനന്ദേട്ടനെ ഇവിടെ കാണുന്നില്ല എന്ന്. അവനിതെവിടെ പോയി? എന്നാൽ പിന്നെ നമുക്കൊന്ന് പുറത്ത് പോയി അന്വേഷിച്ചാലോ? അപ്പോൾ തന്നെ ദേവി പറയാം, അതല്ല, ഇവിടെ ബെഡ്ഷീറ്റും ഒരു തലയണയും കാണുന്നില്ല. ഓ അത് ശരി. അപ്പോൾ ധർമ്മം പറയാനുണ്ട്, ഇപ്പോഴാണ്ടേ എനിക്ക് കാര്യം വെടികിട്ടിയത്. എന്ത് കാര്യം? അല്ലെന്നേ, ബെഡ്ഷീറ്റും തലയണയും കണ്ടില്ലെങ്കിലേ അവൻ എവിടെയായിരിക്കും കിടക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. ടെറസിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോയി അവനെ പിടിച്ചുകൊണ്ട് വരാം. ദേവി നീ വിഷമിക്കണ്ട കേട്ടോ, അവനെ എത്രയും വേഗം തന്നെ കൊണ്ടുവരാം. അങ്ങനെ അവർ ടെറസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആനന്ദ് കിടക്കാണ്. അത് ശരി, നീ ഇവിടെ വന്ന് കിടക്കാണോ? നീ താഴെ വരാൻ എന്താണെന്ന് ധർമ്മം ചോദിക്കുക. ഇവിടെ എനിക്കിത്തിരി സമാധാനമുള്ളത്. ധർമ്മം പറയുന്നുണ്ട് കേട്ടോ. അത് ശരിയാട്ടോ, നമ്മൾ എത്ര ബുദ്ധിമുട്ട് വിഷമത്തിലിരുന്നാലും നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ കിടക്കണം. എന്നാൽ പിന്നെ നമ്മൾ ഉടങ്ങി കിടന്നാലോ എന്ന് ധർമ്മം പറയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ആര്യം പറയാം, ഇവിടെ വരുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാറുണ്ടല്ലേ, നമ്മൾ ഇവിടെ വന്നിരുന്ന് ബീർ കഴിക്കുന്നതൊക്കെ അച്ഛനെ വിളിച്ചിട്ട്. അത് ശരിയാ. പിന്നെ ഇപ്പം തന്നെ ധർമ്മം പറയാം, നിങ്ങൾ ബീർ കഴിക്കണ കാര്യമേ
എന്തായാലും അളിയനറിയില്ല ഞാനാണ് ഇതൊക്കെ വാങ്ങി തന്നതെന്ന് നിങ്ങൾ പറഞ്ഞേക്കരുതേ. എന്നിട്ടുടനെ ആനന്ദിനോട് ചോദിക്കണം, ആനന്ദേ എടാ അളിയനറിയാവോ നിങ്ങൾ ബിയർ കഴിക്കുന്ന കാര്യം? അപ്പോൾ ആനന്ദ് അതേ അറിയാമെന്ന് പറയട്ടാ. അത് ശരി, അറിയാമെങ്കിലും നിങ്ങളെ കയ്യിൽ വെച്ചോട്ടോ. പക്ഷെ ഞാനാണ് ബിയർ ആദ്യം നിങ്ങളെ കുടിപ്പിച്ചതെന്നും ഇടയ്ക്കിടയ്ക്ക് വാങ്ങിത്തരുന്നതെന്നും നിങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞേക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആനന്ദിൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്